അത് സംഭവിച്ചത് ഈ തലമുറയിലെ ശ്രദ്ധേയ വ്യക്തിത്വമുള്ള 2-3 ഇംഗ്ലീഷ് പട്ടാളക്കാരിൽ ഒരാളുടെ ബഹുമാനാർത്ഥം ലണ്ടനിൽ നടന്ന ഒരു വിരുന്നിൽ വെച്ചാണ്. കഥ നിവരുമ്പോൾ വെളിവാകുന്ന ചില കാരണങ്ങളാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും സ്ഥാനപ്പേരുകളും എല്ലാം മറച്ചുവെച്ച് അദ്ദേഹത്തെ ലഫ്റ്റനന്റ് ജനറൽ ലോർഡ് ആർതർ സ്കോപ്സി YCKCB എന്നും മറ്റും വിളിക്കുന്നു. പ്രശസ്തമായ ഒരു നാമത്തിന് എന്തൊരു ആകർഷണ ശക്തിയാണ്! 30 വർഷങ്ങൾക്ക് മുമ്പ് ക്രിമിയൻ യുദ്ധക്കളത്തിൽ നിന്ന് പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് കുതിർച്ചയേറുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1000-ലേറെ തവണ ഞാൻ കേട്ടിട്ടുള്ള പേര്, അന്നും ഇന്നും അറിയപ്പെടുന്ന പേര്. ആ പേരിൻ്റെ ഉടമ അതാ ജീവനോടെ ഇരിക്കുന്നു. ആ മനുഷ്യ ദൈവത്തിനെ നോക്കിയിരിക്കുന്നത് എനിക്കൊരു സദ്യ പോലെ ഹരമായി. ആ ശാന്തത, ആ മിതത്വം, മുഖത്ത് കാണുന്ന കുലീനമായ ഗൗരവം, ആകെ തുളുമ്പിക്കണ്ട സത്യസന്ധത, തൻ്റെ മഹത്വത്തെക്കുറിച്ച് അഹംബോധമില്ലാത്ത മധുരമായ എളിമ, ആരാധനയോടെ തന്നെ തഴുകുന്ന കണ്ണുകളെ അദ്ദേഹം അറിയുന്നില്ല. തൻ്റെ നേർക്ക് വരുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു തുളുമ്പുന്ന അഗാധവും സ്നേഹനിർഭരവും ആത്മാർത്ഥവുമായ ആരാധനയെ അറിയുന്നില്ല. എൻ്റെ ഇടതുവശത്തിരുന്ന പുരോഹിതൻ എൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു. ഇപ്പോൾ പുരോഹിതനാണെങ്കിലും അയാൾ വൂൾവിച്ച് മിലിറ്ററി സ്കൂളിലെ അധ്യാപകനായിരുന്നു. പിന്നീട് പട്ടാള ക്യാമ്പിലും യുദ്ധക്കളത്തിലും മറ്റുമായി ജീവിതത്തിൻ്റെ ആദ്യ പകുതി പിന്നിട്ടയാളാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നിഗൂഢമായൊരു പ്രകാശം മിന്നി. എൻ്റെ അടുത്തേക്ക് ചെരിഞ്ഞ് വിരുന്നിലെ നായകനെ ചൂണ്ടി രഹസ്യമായി അയാൾ പറഞ്ഞു, സ്വകാര്യമാണേ, അയാളൊരു തനി മണ്ടനാണ്. ഈ വിധി എനിക്ക് അത്ഭുതമായി. നെപ്പോളിയനെയോ സോക്രട്ടീസിനെയോ സോളമനെയോ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ പോലും ഇത്ര അത്ഭുതം തോന്നുമായിരുന്നില്ല. ആ വൈദികനെക്കുറിച്ച് എനിക്ക് 2 കാര്യങ്ങൾ തിട്ടമായിരുന്നു. 1, അദ്ദേഹം സത്യസന്ധനാണ്. 2, ആളുകളെ അളക്കാൻ നന്നായി അറിയാം. അതുകൊണ്ട് സംശയാതീതമായി എനിക്ക് തോന്നി, ഈ വീരനായകനെക്കുറിച്ച് ലോകം ധരിച്ചിരിക്കുന്നതൊക്കെയും തെറ്റാണ്. അദ്ദേഹം മടയൻ തന്നെയാണ്. എപ്പോഴെങ്കിലും ആ വൈദികൻ തനിച്ചിരിക്കുമ്പോൾ സൗകര്യമായി കണ്ട് സംസാരിച്ച് രഹസ്യം മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതി. അല്പ ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള അവസരം ഒത്തുവന്നു. വൈദികൻ പറഞ്ഞ കഥ ഇതാണ്. വൂൾവിച്ചിലെ മിലിറ്ററി അക്കാദമിയിൽ 40 വർഷം മുമ്പ് ഞാൻ അധ്യാപകനായിരുന്നു. യുവാവായ സ്കോപ്സിയുടെ ആദ്യ പരീക്ഷാഘട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും അവനോട് സഹതാപം തോന്നി. ക്ലാസ്സിലെ മറ്റുള്ളവരെല്ലാവരും ബുദ്ധിപൂർവ്വം നന്നായി ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ കഷ്ടം, അവനൊന്നും തന്നെ അറിഞ്ഞുകൂടായിരുന്നു. നല്ലവൻ, നല്ല സ്വഭാവമുള്ളവൻ, ചതിയില്ലാത്തവൻ, സ്നേഹം തോന്നിപ്പിക്കുമെന്നവൻ. അതുകൊണ്ട് തന്നെ ശാന്തതയുള്ള ഒരു പ്രതിമ പോലെ നിന്ന് അവൻ അജ്ഞത കൊണ്ടും വിഡ്ഢിത്തം കൊണ്ടും അത്ഭുതാവഹങ്ങളായ ഉത്തരങ്ങൾ തരുന്ന കാഴ്ച വളരെ വേദനാജനകമായിരുന്നു. അവന് വേണ്ടി ലോകത്തിലുള്ള എല്ലാ സഹാനുഭൂതിയും എന്നിൽ ഉണർന്നു. ഞാൻ വിചാരിച്ചു, അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്തായാലും അവൻ തോറ്റുപോകും. ആ തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നിരുപദ്രവകരമായ ഒരു ദയാകർമ്മമാകുമല്ലോ. അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായി, സീസറുടെ കാലത്തെ ചരിത്രമല്ലാതെ മറ്റൊന്നും അവനറിയില്ല. ഞാൻ അവനെ ഒരു അടിമയെപ്പോലെ പിടിച്ചു വച്ച് സീസണിനെക്കുറിച്ചുള്ള കുറേ പതിവ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിപ്പിച്ചു. പരീക്ഷയ്ക്ക് അവ ഉപയോഗിക്കുകയും ചെയ്തു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ പരീക്ഷയ്ക്ക് അവൻ അനായാസേന ഉന്നത വിജയം നേടി. ഉപരിപ്ലവമായ അറിവ് വച്ചു മാത്രം അവൻ ജയിച്ച് അനുമോദനങ്ങൾ നേടിയപ്പോൾ അവനേക്കാൾ 1000 മടങ്ങ് അറിവുള്ളവർ തോറ്റുപോയി. അതുപോലെ തന്നെ വിചിത്രമായ മറ്റൊരു സംഭവം, ഒരു നൂറ്റാണ്ടിലും ഒന്നിലേറെ ആവർത്തിക്കാത്ത ആകസ്മികതയെന്നും പറയാം. തൻ്റെ പരിശീലന കാലത്ത് പഠിപ്പിച്ചതിനപ്പുറത്ത് നിന്ന് ഒരു ചോദ്യം പോലും അവനോട് ആരും ചോദിച്ചില്ല എന്നതാണ്. ബുദ്ധിക്ക് നിരക്കാത്തതാവാം. അവൻ്റെ പരിശീലന കാലത്ത് മുഴുവൻ ഞാൻ കൂടെ നിന്നു. വികലാംഗനായ കുഞ്ഞിനോടൊപ്പം അമ്മ നിൽക്കുന്നത് പോലെ എല്ലായ്പ്പോഴും അവൻ രക്ഷപ്പെട്ടു. തീർച്ചയായും ഭാഗ്യം കൊണ്ട് മാത്രം. അവനെ തുറന്നു കാട്ടി കൊന്നെറിയുന്ന വിഷയം അവസാനത്തേതാണ്, ഗണിതശാസ്ത്രം. അവൻ്റെ മരണം കഴിയുന്നത്ര അനായാസമാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അവൻ്റെ തലയിൽ കണക്ക് തിരുക്കി കയറ്റി പരിശീലിപ്പിച്ചു. പരീക്ഷകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും കുത്തി നിറച്ച് ഞാൻ അവൻ്റെ വിധിക്ക് വിട്ടു. പക്ഷേ സർ, ഫലമെന്താണെന്നറിയാമോ? എന്നെ വിഭ്രമിപ്പിച്ചുകൊണ്ട് അവൻ 1-ാം സ്ഥാനത്തെത്തി. അഭിനന്ദന പാത്രമായി. ഉറക്കമോ? ഒരാഴ്ചത്തേക്ക് എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. രാവും പകലും മനസാക്ഷി എന്നെ ശല്യപ്പെടുത്തി. ദാനധർമ്മം ചെയ്യുന്നത് പോലെയായിരുന്നു എൻ്റെ പ്രവർത്തികൾ. അവൻ്റെ തോൽവിക്ക് ആഘാതം കുറയ്ക്കാൻ മാത്രം. ഇതുപോലെ തലതിരിഞ്ഞ ഫലമുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. ഫ്രാങ്കൻസ്റ്റീനെ പോലെ എനിക്ക് കുറ്റബോധവും അസന്തുഷ്ടിയും തോന്നി. ഒരു മരത്തലയനെ ഞാൻ മിന്നുന്ന ഉദ്യോഗ കയറ്റങ്ങളിലൂടെയും ഭാരിച്ച ചുമതലകളുടെയും പാതയിലേക്ക് കയറ്റിവിട്ടല്ലോ. പക്ഷേ ഇനിയും ഒന്ന് സംഭവിക്കാം. ആദ്യ അവസരത്തിൽ തന്നെ അവനും അവൻ്റെ ചുമതലകളും കൂടി നശിച്ചു പോകാം.
ആ സമയത്താണ് ക്രിമിയൻ യുദ്ധം തുടങ്ങിയത്. തീർച്ചയായിട്ടും ഒരു യുദ്ധമുണ്ടാവണം, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഈ കഴുതയെ ആരെങ്കിലും തുറന്നു കാട്ടുന്നതിന് മുമ്പ് അവന് ചാവാനൊരു അവസരം കൊടുക്കണം. ആ ഭൂമി കുലുക്കത്തിനായി ഞാൻ കാത്തിരുന്നു. അത് വന്നപ്പോൾ സത്യമായും എൻ്റെ തല കറങ്ങി. ഒരു വിഭാഗത്തിൻ്റെ ക്യാപ്റ്റനായി അവന് സ്ഥാനക്കയറ്റം. അത്രയും വലിയ സ്ഥാനത്തെത്താൻ വയസ്സായി തല നരയ്ക്കും വരെ മറ്റുള്ളവർ കാത്തിരിക്കണം. ചെറുപ്പവും അപക്വവുമായ ചുമലുകളിൽ ഇത്രയും ഭാരം കയറ്റുവയ്ക്കുമെന്ന് ആർക്ക് മുൻകൂട്ടി കാണാനൊക്കും? അവർ അവനെ ഒരു കോമറ്റാക്കിയിരുന്നെങ്കിൽ പോലും ഞാൻ സഹിച്ചേനെ. പക്ഷേ ക്യാപ്റ്റൻ, ആലോചിച്ചു നോക്കൂ, എൻ്റെ തലമുടി മുഴുവൻ നരയ്ക്കുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്തുവെന്നറിയാമോ? എനിക്ക് പൊതുവെ വിശ്രമിക്കുന്നതും ജോലി എടുക്കാതിരിക്കുന്നതുമാണ് ഇഷ്ടം. എങ്കിലും ഞാൻ സ്വയം പറഞ്ഞു, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ചുമതല ഇപ്പോൾ എൻ്റേതായിരിക്കുന്നു. ഇനി അവനോടൊപ്പം നിന്ന് രാജ്യത്തെ ഇവനിൽ നിന്ന് എനിക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വർഷങ്ങളായുള്ള എൻ്റെ സമ്പാദ്യം ചെലവ് ചുരുക്കി ഞാൻ ഉണ്ടാക്കിയതെല്ലാം പെറുക്കിയെടുത്ത് കൊണ്ടുപോയി അവൻ്റെ വിഭാഗത്തിൽ ഒരു ചെറിയ പണി ഒപ്പിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ യുദ്ധക്കളത്തിലേക്ക് പോയി. അവിടെ ഭയങ്കരമായിരുന്നു. വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും അല്ലാതെ മറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ. ആരും ആ രഹസ്യം കണ്ടുപിടിച്ചില്ലെന്ന് മാത്രം. പക്ഷേ എങ്ങനെയോ എല്ലാവരും അവനിൽ തെറ്റായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ തവണയുമുള്ള അവൻ്റെ പ്രകടനങ്ങളെ തെറ്റിദ്ധരിച്ചു. അവൻ്റെ വങ്കത്തങ്ങളെ ബുദ്ധിജീവിയുടെ പ്രചോദനങ്ങളായി ഏറ്റുവാങ്ങി. സത്യമായിട്ടും അവരത് ചെയ്തു. ചിന്താശക്തിക്ക് കുഴപ്പമില്ലാത്തവരെ കരയിപ്പിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും ചെറിയ വിഡ്ഢിത്തം പോലും. ഞാൻ കരയുക മാത്രമല്ല, സ്വയം ദേഷ്യപ്പെടുകയും പിറുപിറുക്കുകയും കൂടി ചെയ്തു. ഓരോ തവണയും അവൻ ഓരോ മണ്ടത്തരം ചെയ്യുമ്പോൾ അവൻ്റെ പ്രശസ്തിയുടെ തിളക്കം കൂടുന്നത് കണ്ട് ഞാൻ പേടി മൂലം വിയർത്തു. പലതവണ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അവനിങ്ങനെ ഒരുപാട് ഉയരും, പിന്നെ അവസാനം കണ്ടുപിടിക്കപ്പെടുമ്പോൾ സൂര്യൻ ആകാശത്ത് നിന്ന് പതിക്കുന്നത് പോലെ വീഴും. ഒന്നിൽ നിന്നൊന്നിലേക്ക് അവൻ ഉയർന്നുകൊണ്ടിരുന്നു. തൻ്റെ മേലധികാരികളുടെ ശവങ്ങൾക്ക് മുകളിലൂടെ അവൻ ഉയർന്നു. അവസാനം ഒരു യുദ്ധത്തിൻ്റെ നിർണായക നിമിഷത്തിൽ കേണലും മരിച്ചു വീണു. ഞാൻ വിറച്ചുപോയി. സ്കോപ്സിയാണ് തൊട്ട് താഴെയുള്ളതെന്നോർത്തപ്പോൾ എൻ്റെ ഹൃദയം വായിലേക്ക് വരുന്നത് പോലെ തോന്നി. ഇനിയാണത്, ഞാൻ പറഞ്ഞു. ഇനി 10 നിമിഷം കൂടി മതി, നമ്മളെല്ലാം നരകത്തിലെത്താൻ. യുദ്ധം അതിതീക്ഷ്ണമായിരുന്നു. യുദ്ധത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ പക്ഷം അടിയറവ് പറയുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്തായിരുന്നു ഞങ്ങളുടെ സൈനിക വിഭാഗം. ഇവിടെ കാണിക്കുന്ന ഒരു ചെറു വിഡ്ഢിത്തം പോലും സർവനാശത്തിൽ കലാശിക്കും. ആ നിർണായക നിമിഷത്തിൽ ഈ അനശ്വര വിഡ്ഢി എന്താണ് ചെയ്തതെന്നറിയാമോ? തൻ്റെ സൈനിക വിഭാഗത്തെ അവിടെ നിന്ന് മാറ്റി തൊട്ടടുത്തുള്ള ഒരു കുന്നിലേക്ക് അയച്ചു. ആ കുന്നിലെങ്ങും ശത്രുക്കളുടെ പൊടി പോലും ഇല്ലെന്ന് ഓർക്കണം. ഇതോടെ നിനക്ക് കിട്ടും, ഞാൻ സ്വയം പറഞ്ഞു. അവസാനം അന്ത്യമായി. ഈ ഭ്രാന്തൻ മാറ്റം കണ്ടുപിടിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കുന്നിലേക്ക് പോയി. കുന്നിൻ്റെ ഒരു ഭാഗം കയറി ചെന്നപ്പോൾ കണ്ടതോ, റഷ്യക്കാരുടെ പട്ടാളം ഒരു ദുശങ്കയും കൂടാതെ വിശ്രമിക്കുന്നു. പിന്നെന്ത് പറ്റാനാണ്? ഞങ്ങളെ അവർ തിന്നുകളയുമോ? 100-ൽ 99 കേസുകളിലും അങ്ങനെയാണ് അവസാനിക്കുക. പക്ഷേ ആ റഷ്യക്കാർക്ക് തോന്നി, കുറച്ചാളുകൾ മാത്രമായി ഈ നേരത്ത് ഇങ്ങോട്ട് വരില്ല. ഇംഗ്ലീഷ് പട്ടാളം മുഴുവൻ വരുന്നുണ്ടാവണം. വിളിക്കുമ്പോൾ പുറപ്പെടാൻ തയ്യാറായി നമ്മൾ ഇവിടെ ഒളിച്ചിരിക്കുന്നത് അവർ അറിഞ്ഞു കാണും. അങ്ങനെ വിചാരിച്ച് റഷ്യൻ പട്ടാളം ഒന്നാകെ വാലും ചുരുട്ടി കുന്നിറങ്ങി യുദ്ധക്കളത്തിലേക്ക് ഓടി. ഞങ്ങൾ പിറകെ ഓടി. യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്ന് അവരുടെ തന്നെ ശക്തമായ പട്ടാള നിരയെ തകർത്തുകൊണ്ട് അവർ ഓടി. പിന്നെ കണ്ടത് ഏറ്റവും ഭീകരമായ യുദ്ധമായിരുന്നു. തോൽവി പറ്റിക്കൊണ്ടിരുന്ന ഇംഗ്ലീഷുകാർ മഹത്തായ വിജയത്തിലേക്ക് നീങ്ങി. മാർഷൽ ക്യാൻ റോബർട്ട് അത്ഭുതത്തോടെ, അതിശയത്തോടെ, സന്തോഷത്തോടെ നോക്കി നിന്നു. സ്കോപ്സിയെ വിളിപ്പിച്ച് എല്ലാ പട്ടാളക്കാരും നോക്കി നിൽക്കെ കെട്ടിപ്പിടിച്ച് അനുമോദിച്ചു, അംഗീകരിച്ചു. ഇത്തവണ സ്കോപ്സിയുടെ വിഡ്ഢിത്തം എന്തായിരുന്നെന്നോ? ഇടത്തെ കൈ വലത്തെ കൈയാണെന്ന് വിചാരിച്ചു പോയി, അത്രമാത്രം. പിന്നോട്ട് മാറി വലതുഭാഗത്തെ സഹായിക്കാൻ അവൻ ആജ്ഞ കിട്ടി. അവൻ ചെയ്തതോ, മുന്നോട്ട് വന്ന് ഇടതുഭാഗത്തേക്ക് പോയി. യുദ്ധവീരനെന്ന് അന്നയാൾ നേടിയെടുത്ത പേരും പെരുമയും ലോകമെങ്ങും നിറഞ്ഞു. ചരിത്ര പുസ്തകങ്ങൾ ഉള്ളിടത്തോളം കാലം ആ പ്രശസ്തി നിലനിൽക്കുകയും ചെയ്യും. അവൻ നല്ലവനാണ്, സൗമ്യനാണ്, സ്നേഹിക്കാൻ തോന്നുന്നവനാണ്. പക്ഷേ മഴ പെയ്താൽ അകത്ത് കയറി നിൽക്കണമെന്ന് പോലും അറിയാത്തവനാണ്. അത് പരമസത്യം. ഈ വിശ്വത്തിലെ ഏറ്റവും മഹാനായ കഴുത. അരമണിക്കൂർ മുമ്പ് വരെ ഈ സത്യം അവനും ഞാനുമല്ലാതെ മറ്റാരും അറിഞ്ഞിരുന്നില്ല. ദിവസം തോറും വർഷം തോറും ഏറ്റവും അതിശയകരമായൊരു പ്രതിഭാസമായി ഭാഗ്യം അവനെ പിന്തുടർന്നു. ഈ തലമുറ കണ്ട എല്ലാ യുദ്ധങ്ങളിലും അവനൊരു മികച്ച പടയാളി. തൻ്റെ പട്ടാള ജീവിതം മുഴുവൻ അവൻ വിഡ്ഢിത്തം കൊണ്ട് നിറച്ചു. എന്നാൽ ഒരു നൈറ്റോ പ്രഭുവോ ആകാൻ മാത്രം വിഡ്ഢിത്തമൊന്നും അവൻ ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അവൻ്റെ നെഞ്ചിലോട്ടൊന്ന് നോക്ക്. സ്വദേശിയും വിദേശിയുമായ എന്തുമാത്രം അംഗീകാരങ്ങൾ! പക്ഷേ സാർ, ഓരോന്നിനു പുറകിലും ഓരോ വിഡ്ഢിത്തത്തിൻ്റെ കഥയുണ്ട്. ഒരുമിച്ചെടുത്തു വച്ചാൽ അവ ഒരു വിശ്വാസത്തിന് വെളിവാകും. ഈ ലോകത്ത് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം ഭാഗ്യവാനായി പിറക്കുക എന്നതാണ്.
അന്ന് ആ വിരുന്നിന് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു, സ്കോപ്സി ഒരു തനി മണ്ടനാണ്.